17:1:25 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഭാരതത്തിൻ്റെ മോസ്റ്റ് വാല്യുബിൾ സെർവൻ്റ് ആണ്. നിങ്ങൾക്ക് തൻ്റെ ശരീരവും മനസ്സും ധനവും കൊണ്ട് ശ്രീമത്തിലൂടെ ഇതിനെ രാമരാജ്യം ആക്കേണ്ടതുണ്ട്. ചോദ്യം: ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ചെയ്യുന്ന സത്യമായ അലൗകിക സേവനം എന്താണ്? ഉത്തരം: കുട്ടികളായി നിങ്ങൾ ഗുപ്ത രീതിയിൽ ശ്രീമത്തനുസരിച്ച് പാവന ഭൂമിയായ സുഖധാമത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് ഭാരതത്തിൻ്റെ സത്യമായ അലൗകിക സേവനം. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ ശ്രീമത്തനുസരിച്ച് സർവരെയും രാവണൻ്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയാണ്. ഇതിനു വേണ്ടി നിങ്ങൾ പാവനമായി മറ്റുള്ളവരെ പാവനമാക്കുന്നു. ഗീതം: നയനഹീനർക്ക് വഴി കാണിച്ചു തരൂ പ്രഭു. ഓം ശാന്തി. ഹേ പ്രഭു, ഈശ്വരൻ പരമാത്മാവ് എന്ന് പറയുന്നതും പിതാവ് എന്ന വാക്ക് പറയുന്നതും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്? ഹേ ഈശ്വര, ഹേ പ്രഭു എന്ന് പറയുമ്പോൾ എത്ര റിഗാർഡ് ഉണ്ടായിരിക്കുന്നു. പിന്നെ ആ ഒന്നിനെ പിതാവെന്ന് പറയുമ്പോൾ പിതാവ് എന്ന വാക്ക് വളരെ സാധാരണമാണ്. പിതാക്കന്മാർ അനേകമുണ്ട്. പ്രാർത്ഥനയിലും ഹേ പ്രഭു, ഹേ ഈശ്വര എന്ന് പറയുന്നു. ബാബ എന്നെന്തുകൊണ്ടാണ് പറയുന്നത്? പരം പിതാവാണല്ലോ. എന്നാൽ ബാബ എന്ന വാക്ക് അമർന്നു പോകുന്നതനുസരിച്ച് പരമാത്മാവ് എന്ന വാക്ക് ഉയർന്നതായിക്കൊണ്ടിരിക്കുന്നു. ഹേ പ്രഭു, നയനഹീനർക്ക് വഴി പറഞ്ഞു തരൂ എന്ന് വിളിക്കുന്നു. ആത്മാക്കൾ പറയുന്നു, ബാബ നമുക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു തരൂ. പ്രഭു എന്ന വാക്ക് എത്ര വലുതാണ്. പിതാവ് എന്ന വാക്ക് ലഘുവാണ്. ഇവിടെ നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ വന്ന് മനസ്സിലാക്കിക്കുന്നു. ലൗകിക രീതിയിൽ പിതാക്കന്മാർ ധാരാളമുണ്ട്. നീ മാതാവും പിതാവും എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എത്ര സാധാരണമായ വാക്കാണ്. ഈശ്വരൻ അഥവാ പ്രഭു എന്ന് പറയുമ്പോൾ ആ ഒന്നിനെ എന്താണ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ്. ബാബ വളരെയധികം ഉയർന്നതും സഹജവുമായ വഴി പറഞ്ഞു തരുന്നു. ബാബ പറയുന്നു, എൻ്റെ കുട്ടികളെ, നിങ്ങൾ രാവണൻ്റെ മതത്തിലൂടെ കാമചിതയിൽ കയറി ഭസ്മമായി പോയി. ഇപ്പോൾ ഞാൻ നിങ്ങളെ പാവനമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ബാബയെ വിളിക്കുന്നതും വന്ന് പതിതരത്തിൽ നിന്നും പാവനമാക്കുവാനാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ സേവനത്തിനായി വന്നിരിക്കുന്നു. കുട്ടികളായി നിങ്ങൾ ഏവരും ഭാരതത്തിൻ്റെ അലൗകിക സേവനത്തിലാണ്. ആ സർവീസ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഭാരതത്തിനു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ശ്രീമത്തനുസരിച്ച് പവിത്രമായി ഭാരതത്തെയും ആക്കുന്നു. ബാപ്പു ഗാന്ധിക്കും രാമരാജ്യം ഉണ്ടാകണം എന്ന ആശയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മനുഷ്യനും രാമരാജ്യം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ പിന്നെ പ്രഭുവിനെ പതീത പാവനൻ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് വിളിക്കുന്നു? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഭാരതത്തോട് എത്ര സ്നേഹമാണുള്ളത്. സത്യമായ സേവനം നിങ്ങൾ ചെയ്യുന്നു. വിശേഷിച്ചും ഭാരതത്തിൻ്റെയും പൊതുവായി മുഴുവൻ ലോകത്തിൻ്റെയും. നിങ്ങൾ അറിയുന്നുണ്ട്, ഭാരതത്തെ വീണ്ടും രാമരാജ്യം ആക്കുന്നു. അത് ബാപ്പുജി ആഗ്രഹിച്ചിരുന്നു. അത് പരിധിയുള്ള ബാപ്പുജിയായിരുന്നു. ഇത് പിന്നെ പരിധിയില്ലാത്ത ബാപ്പുജിയാണ്. ഈ ഒന്ന് പരിധിയില്ലാത്ത സേവനം ചെയ്യുന്നു. ഇത് കുട്ടികളായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. നമ്മൾ രാമരാജ്യം ഉണ്ടാക്കും എന്ന ലഹരി നിങ്ങളിലും നമ്പർ വൈസായാണ് ഉള്ളത്. നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സെർവൻ്റാണ്. നിങ്ങൾ ദൈവിക ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ഭാരതത്തിൻ്റെ കാര്യത്തിൽ അഭിമാനമുണ്ട്. സത്യയുഗത്തിൽ ഇത് പാവന ഭൂമിയായിരുന്നു എന്നറിയുന്നുണ്ട്. ഇപ്പോൾ പതീതമാണ്.
നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ബാബയിലൂടെ വീണ്ടും പാവന ഭൂമി അഥവാ സുഖധാമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും ഗുപ്തമായി. ശ്രീമത്തും ഗുപ്തമായാണ് ലഭിക്കുന്നത്. ഭാരത ഗവൺമെന്റിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീമത്ത് അനുസരിച്ച് നിങ്ങൾ ഭാരതത്തിൻ്റെ ഉയർന്നതിലും ഉയർന്ന സേവനം തൻ്റെ ശരീരവും മനസ്സും ധനവും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ്സുകാർ എത്ര പേർ ജയിലിലും മറ്റും പോയി? നിങ്ങൾക്കാണെങ്കിൽ ജയിലിലോ മറ്റോ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടേത് ആത്മീയ കാര്യമാണ്. നിങ്ങളുടെ യുദ്ധവും 5 വികാരങ്ങളാകുന്ന രാവണനോടാണ്. മുഴുവൻ ഭൂമിയിലും ആ രാവണന്റെ രാജ്യമുണ്ട്. ഇത് നിങ്ങളുടെ സേനയാണ്. ലങ്ക ഒരു ചെറിയ ദ്വീപാണ്. ഈ സൃഷ്ടി പരിധിയില്ലാത്ത ദ്വീപാണ്. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ ശ്രീമത്തിലൂടെ എല്ലാവരെയും രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നു. ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. ഈ പതീത ലോകത്തിൻ്റെ വിനാശം ഉണ്ടാവുക തന്നെ വേണം. നിങ്ങൾ ശിവശക്തികളാണ്. ഈ ഗോപന്മാരും ശിവശക്തിയാണ്. നിങ്ങൾ ഗുപ്ത രീതിയിൽ ഭാരതത്തിൻ്റെ വളരെ വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുന്നോട്ടു പോകവേ എല്ലാവർക്കും മനസ്സിലാകും. നിങ്ങളുടേത് ശ്രീമത്ത് അനുസരിച്ചുള്ള ആത്മീയ സേവനമാണ്. നിങ്ങൾ ഗുപ്തമാണ്. ഈ BKs ഭാരതത്തെ തൻ്റെ ശരീരവും മനസ്സും ധനവും കൊണ്ട് ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ സത്യഖണ്ഡമാക്കുന്നു എന്നത് ഗവൺമെൻറ് അറിയുന്നതേയില്ല. ഭാരതം സത്യഖണ്ഡമായിരുന്നു. ഇപ്പോൾ അസത്യഖണ്ഡമാണ്. സത്യം ഒരേ ഒരു ബാബയാണ്. ഗോഡ് ഇസ് ട്രൂത്ത് എന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നരനിൽ നിന്നും നാരായണൻ ആകുന്നതിനുള്ള സത്യമായ ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, കഴിഞ്ഞ കൽപ്പത്തിലും നിങ്ങളെ നരനിൽ നിന്നും നാരായണൻ ആക്കിയിരുന്നു. രാമായണത്തിൽ എന്തെല്ലാം കഥകൾ ഇരുന്ന് എഴുതിയിരിക്കുകയാണ്. രാവണൻ വാനരസേനയെ ഉപയോഗിച്ചതായി പറയുന്നു. നിങ്ങൾ ആദ്യം വാനരനെ പോലെ ആയിരുന്നു. ഒരു സീതയുടെ കാര്യമല്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു എങ്ങനെയാണ് നമ്മൾ രാവണ രാജ്യത്തിൻ്റെ വിനാശം ചെയ്യിച്ച് രാമരാജ്യം സ്ഥാപിക്കുന്നതെന്ന്. ഇതിൽ ഒരു പ്രയാസത്തിൻ്റെ കാര്യവുമില്ല. അവരാണെങ്കിൽ എത്ര ചിലവ് ചെയ്യുന്നു. രാവണന്റെ കോലം ഉണ്ടാക്കിയ ശേഷം അതിനെ കത്തിക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നതേയില്ല. വലിയ വലിയ ആൾക്കാരെല്ലാം പോകുന്നു. ഫോറിനേഴ്സിനെയും കാണിക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങളുടെ മനസ്സിൽ ഉന്മേഷമുണ്ട്. നമ്മൾ ഭാരതത്തിൻ്റെ സത്യമായ ആത്മീയ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി മുഴുവൻ ലോകവും രാവണന്റെ മതത്തിലാണ്. നിങ്ങൾ രാമന്റെ ശ്രീമതത്തിലാണ്. രാമൻ എന്ന് പറയാം, ശിവൻ എന്ന് പറയാം. നാമങ്ങൾ ധാരാളം വയ്ക്കപ്പെട്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ ശ്രീമത്ത് അനുസരിച്ചുള്ള ഭാരതത്തിൻ്റെ മോസ്റ്റ് വാല്യുബിൾ സെർവൻ്റാണ്. ഹേ പതീത പാവന, വന്ന് പാവനമാക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, സത്യുഗത്തിൽ നമുക്ക് എത്രമാത്രം സുഖം ലഭിക്കുന്നു. കാരൂണിൻ്റെ ഖജനാവ് ലഭിക്കുന്നു. അവിടെ ആവറേജ് ആയുസ്സും എത്ര വലുതായിരിക്കും. അവർ യോഗിയാണ്. ഇവിടെ എല്ലാവരും ഭോഗിയാണ്. അവർ പാവനവും ഇവർ പതീതവുമാണ്. എത്ര രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ശ്രീകൃഷ്ണനെയും യോഗി എന്ന് പറയുന്നു, മഹാത്മാവ് എന്നും പറയുന്നു. എന്നാൽ അത് സത്യമായ മഹാത്മാവാണ്. സർവഗുണസമ്പന്നം എന്ന് ആ ഒന്നിൻ്റെ മഹിമ പാടപ്പെടുന്നു. ആത്മാവും ശരീരവും രണ്ടും പവിത്രമാണ്. സന്യാസിമാരാണെങ്കിൽ ഗൃഹസ്ഥികളുടെ അടുക്കൽ വികാരത്തിലൂടെ ജന്മമെടുത്ത ശേഷം സന്യാസിയാകുന്നു. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഈ സമയത്ത് മനുഷ്യർ അൺറൈറ്റേഴ്സും അൺഹാപ്പിയുമാണ്. സത്യുഗത്തിൽ എങ്ങനെയായിരുന്നു? റിലീജിയസ് റൈറ്റിയസ് ആയിരുന്നു. 100% സോൾവെൻ്റ് ആയിരുന്നു. എവർ ഹാപ്പിയായി കഴിഞ്ഞിരുന്നു. രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് ആക്യുറേറ്റായി നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഭാരതം ഹെവനിൽ നിന്നും എങ്ങനെയാണ് ഹെല്ലായത്?
എന്നത് ആർക്കും അറിയില്ല. ലക്ഷ്മി നാരായണന്റെ പൂജ ചെയ്യുന്നു, ക്ഷേത്രമുണ്ടാക്കുന്നു, ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. നല്ല നല്ല പൊസിഷനിലുള്ളവർക്കും ബിർളയ്ക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഈ ലക്ഷ്മി നാരായണൻ ഈ പദവി എങ്ങനെ നേടി? ഇവരുടെ ക്ഷേത്രം ഉണ്ടാക്കാൻ തക്കവണ്ണം എന്താണ് ചെയ്തത്? ഓക്കുപേഷൻ അറിയാതെ പൂജിക്കുന്നതും കല്ലിൻ്റെ പൂജ അഥവാ പാവകളുടെ പൂജയായി. മറ്റ് ധർമ്മത്തിലുള്ളവർ അറിയുന്നുണ്ട് ക്രൈസ്റ്റ് ഇന്ന സമയത്ത് വന്നു, വീണ്ടും വരും എന്ന്. കുട്ടികളായി നിങ്ങൾക്ക് എത്ര ആത്മീയ ഗുപ്ത ലഹരി ഉണ്ടായിരിക്കണം. ആത്മാവിന് സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. പകുതി കൽപ്പം ദേഹാഭിമാനിയായി. ഇപ്പോൾ ബാബ പറയുന്നു, അശരീരിയാകൂ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. നമ്മുടെ ആത്മാവ് ബാബയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സത്സംഗങ്ങളിൽ ഒരിക്കലും ഇങ്ങനെ മനസ്സിലാക്കുകയില്ല. ഇത് ആത്മീയ പിതാവ് ആത്മാക്കൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാവ് തന്നെയാണല്ലോ എല്ലാം കേൾക്കുന്നത്. ആത്മാവ് പറയുന്നു, ഞാൻ പ്രൈം മിനിസ്റ്ററാണ്, ഇന്നയാളാണ്. ആത്മാവാണ് ഈ ശരീരത്തിലൂടെ ഞാൻ പ്രൈം മിനിസ്റ്ററാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു, ഞാൻ ആത്മാവ് പുരുഷാർത്ഥം ചെയ്ത് സ്വർഗത്തിൽ ദേവീ ദേവത ആയിക്കൊണ്ടിരിക്കുകയാണ്. അഹം, ഞാൻ ആത്മാവാണ്, എൻ്റെ ശരീരമാണ്. ദേഹി അഭിമാനി ആകുന്നതിൽ തന്നെയാണ് വലിയ പ്രയത്നം തോന്നുന്നത്. അടിക്കടി സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. അപ്പോൾ വികർമ്മം വിനാശമാകട്ടെ. നിങ്ങൾ മോസ്റ്റ് ഒബീഡിയൻ സെർവൻ്റാണ്. കർത്തവ്യം ചെയ്യുന്നത് ഗുപ്ത രീതിയിലാണ്. അപ്പോൾ ഗുപ്ത ലഹരിയും വേണം. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ആത്മീയ സെർവൻ്റാണ്. ഭാരതത്തെ സ്വർഗമാക്കുന്നു. ബാപ്പുജിയും ആഗ്രഹിച്ചിരുന്നു, പുതിയ ലോകത്തിൽ പുതിയ ഭാരതം ഉണ്ടാകണം, പുതിയ ഡൽഹി ഉണ്ടാകണം. ഇപ്പോൾ പുതിയ ലോകമല്ല, ഈ പഴയ ഡൽഹി ശ്മശാനമാകുന്നു. പിന്നെ പരിസ്ഥാൻ ആകേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിനെ പരിസ്ഥാൻ എന്ന് പറയില്ല. പുതിയ ലോകത്തിൽ പരിസ്ഥാനും ന്യൂ ഡൽഹിയും നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ മറക്കുവാൻ പാടില്ലാത്തതാണ്. ഭാരതത്തെ വീണ്ടും സുഖധാമമാക്കുക എന്നത് എത്ര ഉയർന്ന കാര്യമാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് സൃഷ്ടി പഴയതാവുക തന്നെ വേണം. ദുഃഖധാമം ആണല്ലോ. ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്ന് ഒരു ബാബയെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ബാബ 5000 വർഷത്തിനു ശേഷം വന്ന് ദുഃഖിയായ ഭാരതത്തെ സുഖിയാക്കുന്നു. സുഖവും നൽകുന്നു, ശാന്തിയും നൽകുന്നു. മനസ്സിന് ശാന്തി എങ്ങനെ ലഭിക്കും എന്ന് മനുഷ്യർ പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ശാന്തിയാകട്ടെ ശാന്തിധാമമാകുന്ന സ്വീറ്റ് ഹോമിൽ തന്നെയാണ് ഉള്ളത്. അതിനെ പറയുന്നത് ശാന്തിധാമം എന്നാണ്. അവിടെ ശബ്ദമില്ല, ദുഃഖമില്ല, സൂര്യചന്ദ്രന്മാർ തുടങ്ങിയവയും ഇല്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ബാബയും വന്ന് ഒബീഡിയൻറ്റ് സെർവൻ്റ് ആയിരിക്കുകയാണല്ലോ. എന്നാൽ ബാബയെ ആണെങ്കിൽ തീർത്തും അറിയുന്നതേയില്ല. എല്ലാവരെയും മഹാത്മാവ് എന്ന് പറയുന്നു. ഇപ്പോൾ മഹാത്മാക്കൾ സ്വർഗത്തിലല്ലാതെ ഒരിക്കലും ഉണ്ടാവുക സാധ്യമല്ല. അവിടെ ആത്മാക്കൾ പവിത്രമാണ്. പവിത്രമായിരുന്നപ്പോൾ പീസും പ്രോസ്പെറിറ്റിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്യൂരിറ്റി ഇല്ല, അപ്പോൾ ഒന്നുമില്ല. പ്യൂരിറ്റിക്ക് തന്നെയാണ് മാന്യതയുള്ളത്. ദേവതമാർ പവിത്രമാണ്. അതിനാൽ അവരുടെ മുന്നിൽ ശിരസ് കുനിക്കുന്നു. പവിത്രമായവരെ പാവനം, അപവിത്രമായവരെ പതീതം എന്നും പറയുന്നു. ഇതാണ് മുഴുവൻ വിശ്വത്തിൻ്റെ പരിധിയില്ലാത്ത ബാപ്പുജി. ഇതേപോലെ മേയറിനെയും സിറ്റി ഫാദർ എന്ന് പറയും. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അവിടെ നിയമമനുസരിച്ച് രാജ്യം നടക്കുന്നു. ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, പവിത്രമാകൂ. അപ്പോൾ പറയുന്നു, ഇതെങ്ങനെ നടക്കും? പിന്നെ കുട്ടികൾ എങ്ങനെ ജനിക്കും? സൃഷ്ടി എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കും?
ലക്ഷ്മി നാരായണൻ സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു എന്ന് അവർക്കറിയില്ല. കുട്ടികളായി നിങ്ങൾക്ക് എത്രമാത്രം ഓപ്പോസിഷൻ സഹിക്കേണ്ടി വരുന്നു. ഡ്രാമയിൽ എന്ത് കഴിഞ്ഞ കൽപ്പത്തിലുണ്ടായോ അത് റിപ്പീറ്റ് ആകുന്നു. ഡ്രാമയിൽ ഉണ്ടെങ്കിൽ ലഭിക്കും എന്ന് ഡ്രാമ എന്നതിൽ നിന്ന് പോവുക എന്നാകരുത്. സ്കൂളിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും പാസ്സാകുമോ? ഓരോ വസ്തുവിനു വേണ്ടിയും മനുഷ്യൻ്റെ പുരുഷാർത്ഥം നടക്കുന്നു. പുരുഷാർത്ഥമില്ലാതെ ജലം പോലും ലഭിക്കുകയില്ല. സെക്കൻഡ് ബൈ സെക്കൻഡ് ഏതൊരു പുരുഷാർത്ഥം നടക്കുന്നുവോ അത് പ്രാപ്തിക്ക് വേണ്ടിയാണ്. പരിധിയില്ലാത്ത സുഖത്തിന് വേണ്ടി ഈ പരിധിയില്ലാത്ത പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ രാത്രിയും ബ്രാഹ്മണരുടെ രാത്രിയുമാണ്. പിന്നെ ബ്രാഹ്മണരുടെ പകലുണ്ടാകും. ശാസ്ത്രങ്ങളിലും പഠിച്ചിരുന്നു, പക്ഷേ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഈ ബാബ സ്വയം ഇരുന്ന് രാമായണവും ഭാഗവതവും മറ്റും കേൾപ്പിക്കുമായിരുന്നു. പണ്ഡിതനായി ഇരിക്കുമായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അത് ഭക്തി മാർഗമാണ്. ഭക്തി വേറെയാണ്, ജ്ഞാനം വേറെ വസ്തുവാണ്. ബാബ പറയുന്നു, നിങ്ങൾ കാമചിതയിലിരുന്ന് എല്ലാവരും കറുത്തു പോയിരിക്കുകയാണ്. ശ്രീകൃഷ്ണനെയും ശ്യാമസുന്ദരൻ എന്ന് പറയുന്നുവല്ലോ. പൂജാരിമാർ അന്ധവിശ്വാസികളാണ്. എത്രമാത്രം ഭൂതപൂജയാണുള്ളത്. ശരീരത്തിൻ്റെ പൂജ എന്നാൽ 5 തത്വങ്ങളുടെ പൂജയായി. ഇതിനെ പറയുന്നത് വ്യഭിചാരി പൂജ എന്നാണ്. ഭക്തി ആദ്യം അവ്യഭിചാരിയായിരുന്നു, ഒരു ശിവൻ്റേത് മാത്രമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, എന്തെല്ലാം പൂജ നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ വണ്ടറും കാണിക്കുന്നു, നോളജും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. മുള്ളിൽ നിന്നും പുഷ്പമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ പറയുന്നത് തന്നെ ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്. കറാച്ചിയിൽ കാവൽക്കാരനായി ഒരു പഠാൻ ഉണ്ടായിരുന്നു. അയാളും ധ്യാനത്തിൽ പോകുമായിരുന്നു. ഞാൻ സ്വർഗത്തിൽ പോയി, ഈശ്വരൻ എനിക്ക് പുഷ്പം നൽകി എന്ന് പറയുമായിരുന്നു. ആ ആൾക്ക് വളരെയധികം രസം തോന്നുമായിരുന്നു. വണ്ടറാണല്ലോ. അവരാണെങ്കിൽ 7 വണ്ടേഴ്സ് എന്ന് പറയുന്നു. വാസ്തവത്തിൽ വണ്ടർ ഓഫ് വേൾഡ് സ്വർഗമാണ്. ഇത് ആർക്കും അറിയില്ല. നിങ്ങൾക്ക് എത്ര ഫസ്റ്റ് ക്ലാസ് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. എത്ര ഹയസ്റ്റ് ബാബ് ദാദയാണ്. എത്ര സിമ്പിളായിരിക്കുന്നു. ആ ഒന്ന് നിരാകാരനാണ്, നിരഹങ്കാരിയാണ് എന്ന് ബാബയുടെ മഹിമ തന്നെയാണ് പാടപ്പെടുന്നത്. ബാബയ്ക്ക് വന്ന് സേവനം ചെയ്യേണ്ടതുണ്ടല്ലോ. ബാബ എപ്പോഴും കുട്ടികളുടെ സേവനം ചെയ്ത് അവർക്ക് ധനസമ്പത്തുകൾ നൽകി സ്വയം വാനപ്രസ്ഥ അവസ്ഥ സ്വീകരിക്കുന്നു. കുട്ടികളെ ശിരസിൽ കയറ്റുന്നു. കുട്ടികളായി നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. സ്വീറ്റ് ഹോമിൽ പോയ ശേഷം സ്വീറ്റ് ചക്രവർത്തി പദം വന്ന് നേടും. ബാബ പറയുന്നു, ഞാൻ ചക്രവർത്തി പദം നേടുകയില്ല. സത്യമായ നിഷ്കാമ സേവാധാരി ഒരു ബാബ മാത്രമാണ്. കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ മായ മറപ്പിക്കുന്നു. ഇത്രയും വലിയ ബാബ് ദാദയെ മറക്കുവാൻ പാടില്ലാത്തതാണ്. ദാദയുടെ ധനസമ്പത്തുകളുടെ എത്ര ലഹരിയാണുള്ളത്. നിങ്ങൾക്ക് ശിവ് ബാബയെ ലഭിച്ചു. ആ ഒന്നിൻ്റെ ധനസമ്പത്തുകളാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ദൈവിക ഗുണം ധാരണ ചെയ്യൂ. ആസുരീയ ഗുണങ്ങളെ നീക്കം ചെയ്യേണ്ടതാണ്. നിർഗുണനായ എന്നിൽ ഒരു ഗുണവുമില്ല എന്ന് പാടുകയും ചെയ്യുന്നു. നിർഗുണ പ്രസ്ഥാനവുമുണ്ട്. ഇപ്പോൾ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. നിർഗുണൻ എന്നാൽ ഒരു ഗുണവുമില്ല എന്നർത്ഥം. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങളെ ബാബ ഒരേ ഒരു കാര്യം മനസ്സിലാക്കിക്കുന്നു. പറയൂ, നമ്മൾ ഭാരതത്തിൻ്റെ സേവനത്തിലാണ്. ആ ഒന്ന് സർവരുടെയും ബാപ്പുജിയാണ്. നമ്മൾ ആ ഒന്നിൻ്റെ ശ്രീമത്തിലൂടെ നടക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീത എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക്
മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഏതുപോലെ ഹയസ്റ്റായ ബാബ്ദാദ സിമ്പിൾ ആയിരിക്കുന്നുവോ അതേപോലെ വളരെയധികം സിമ്പിളും നിരാകാരിയും നിരഹങ്കാരിയുമായി ഇരിക്കണം. ബാബയിലൂടെ ഏതൊരു ഫസ്റ്റ് ക്ലാസ് ജ്ഞാനം ലഭിച്ചുവോ അതിൻ്റെ ചിന്തനം നടത്തണം. ഡ്രാമ ഒരേപോലെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പരിധിയില്ലാത്ത പുരുഷാർത്ഥം ചെയ്ത് പരിധിയില്ലാത്ത സുഖത്തിൻ്റെ പ്രാപ്തി ഉണ്ടാക്കണം. ഒരിക്കലും ഡ്രാമ എന്ന് പറഞ്ഞ് നിന്നു പോകരുത്. പ്രാപ്തിക്ക് വേണ്ടി പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യണം. വരദാനം. അവ്യക്ത സ്വരൂപത്തിൻ്റെ സാധനയിലൂടെ പവർഫുൾ വായുമണ്ഡലം ഉണ്ടാക്കുന്ന അവ്യക്ത ഫരിഷ്തയായി ഭവിക്കട്ടെ. വായുമണ്ഡലത്തെ പവർഫുൾ ആക്കാനുള്ള ഉപാധിയാണ് തൻ്റെ അവ്യക്ത സ്വരൂപത്തിൻ്റെ സാധന. വീണ്ടും വീണ്ടും ഇതിൻ്റെ അറ്റൻഷൻ ഉണ്ടായിരിക്കട്ടെ. കാരണം ഏത് കാര്യത്തിൻ്റെ സാധനയാണോ ചെയ്യപ്പെടുന്നത് ആ കാര്യത്തിൻ്റെ ശ്രദ്ധ ഉണ്ടായിരിക്കും. അപ്പോൾ അവ്യക്ത സ്വരൂപത്തിൻ്റെ സാധന, അതായത് വീണ്ടും വീണ്ടും അറ്റൻഷൻ്റെ തപസ്യ ആവശ്യമാണ്. അതിനാൽ അവ്യക്ത ഫരിഷ്ത ഭവയുടെ വരദാനത്തെ സ്മൃതിയിൽ വച്ച് ശക്തിശാലി വായുമണ്ഡലം ഉണ്ടാക്കുന്നതിൻ്റെ തപസ്യ ചെയ്യൂ. അപ്പോൾ താങ്കളുടെ മുന്നിൽ ആര് വന്നാലും അവർ വ്യർത്ഥവുമായ കാര്യങ്ങളിൽ നിന്നും ഉപരിയാകുന്നു. സ്ലോഗൻ. സർവശക്തിമാനായ ബാബയെ പ്രത്യക്ഷമാക്കുന്നതിനായി ഏകാഗ്രതയുടെ ശക്തിയെ വർദ്ധിപ്പിക്കൂ. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഏതുപോലെ തൻ്റെ സ്ഥൂല കാര്യത്തിൻ്റെ പ്രോഗ്രാമിനെ ദിനചര്യ അനുസരിച്ച് സെറ്റ് ചെയ്യുന്നുവോ അതേപോലെ തൻ്റെ മനസ്സ സമർത്ഥസ്ഥിതിയുടെ പ്രോഗ്രാം സെറ്റ് ചെയ്യൂ. എത്രത്തോളം തൻ്റെ മനസ്സിനെ സമർത്ഥ സങ്കല്പങ്ങളിൽ ബിസിയാക്കി വയ്ക്കുന്നുവോ അപ്പോൾ മനസ്സിന് അപ്സെറ്റ് ആകാനുള്ള സമയമേ ലഭിക്കുകയില്ല. മനസ്സ് സദാ സെറ്റ്, അതായത് ഏകാഗ്രം ആണെങ്കിൽ സ്വതവേ നല്ല വൈബ്രേഷൻ വ്യാപിക്കുന്നു, സേവനം നടക്കുന്നു. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തകമധ്യത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ തിളങ്ങുന്ന എൻ്റെ ആത്മനക്ഷത്രത്തിൽ നിന്നും തേജസ്വി കിരണങ്ങൾ നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. ഈ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യവേ ഞാൻ ബാബ്ദാദയുടെ മധുരമായ സാന്നിധ്യം അനുഭവിക്കുന്നു. എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ബാബ്ദാദയെ ഞാൻ സ്പഷ്ടമായി മുന്നിൽ കാണുകയാണ്. ബാബ്ദാദയിൽ നിന്നും എൻ്റെ നേർക്ക് വരുന്ന പവിത്ര സ്നേഹത്തിൻ്റെ ദൃഷ്ടി എന്നെ സമ്പന്നവും സന്തുഷ്ടവും ആക്കുകയാണ്.
ബാഗ്ദാദിയുടെ വരദാനി ഹസ്തം ഞാൻ എൻ്റെ ശിരസിൽ അനുഭവിക്കുകയാണ്. ബാഗ്ദാദിയുടെ ഹസ്തത്തിൽ നിന്നും ശക്തികളുടെ വൈബ്രേഷൻസ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതി അനുഭവിക്കവേ ഒരു സെക്കൻഡിൽ എൻ്റെ ദിവ്യബുദ്ധിയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുകയാണ്. ഈ വിദേഹി അവസ്ഥയിൽ സ്ഥിതി ചെയ്യവേ പരമധാമത്തിൽ മധുരമായ ബാബയുടെ ദിവ്യ തേജസ്വി സ്വരൂപം എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ഞാൻ കാണുകയാണ്. ആ മഹാശക്തിയുടെ ദിവ്യ സാന്നിധ്യം എൻ്റെ ദിവ്യബുദ്ധിയിലൂടെ ഞാൻ അനുഭവിക്കുന്നു. സർവശക്തിവാനായ ശിവ് ബാബ എന്നിലേക്ക് തൻ്റെ സർവശക്തികളും വർഷിക്കുകയാണ്. പരമാത്മാ ശക്തികളുടെ തേജസ്വി കിരണങ്ങൾ എന്നെ സർവശക്തി സ്വരൂപമാക്കി മാറ്റുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലിരുന്നു കൊണ്ട് ഞാൻ മുഴുവൻ ലോകത്തിലെ ആത്മാക്കൾക്കും പ്രകൃതിക്കും സദോ പ്രധാനതയുടെ ഈശ്വരീയ ശക്തി പകർന്നു നൽകുകയാണ്. സർവ ആത്മാക്കളിലും പ്രകൃതിയിലും സദോ പ്രധാന അവസ്ഥ എമർജ് ആകട്ടെ.